നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിനശിച്ചു. പഞ്ചായത്തുകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദിനാഘോഷങ്ങൾ നടത്തി. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതന ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിനശിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് കിഴക്ക് കൊല്ലാറ സുനിലിന്റെ ഓട്ടോറിക്ഷയാണ് ഇന്നലെ രാത്രി 12 മണിയോടെ കത്തിനശിച്ചത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാരാണ് മോട്ടോർ പമ്പ് ചെയ്ത് തീയണച്ചത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു. സാമൂഹിക വിരുദ്ധർ തീവെച്ചതാണെന്ന് സംശയിക്കുന്നു. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പെരിഞ്ഞനം സെന്ററിലെ സ്റ്റാൻഡിലോടുന്ന ഹരികീർത്തനം എന്ന ഓട്ടോറിക്ഷയാണ് കത്തിനശിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പെരിഞ്ഞനത്ത് ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധ പ്രകടനം നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളുടെ ദിനാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TS ഗോപിനാഥൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഉഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ്, മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദിനാഘോഷം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AR രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ പ്രീതി ഹരിദാസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TP രഘുനാഥ്, വിനിത മോഹൻദാസ്, ഉഷ പ്രകാശൻ, PV സാബു എന്നിവർ സംസാരിച്ചു. കഥ എഴുതാൻ അറിയാം, കവിത എഴുതാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം, ഡാൻസ് ചെയ്യാൻ അറിയാം, നല്ല രീതിയിൽ പാചകം ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ ഒരു ഭൂമി, തരിശായി കിടക്കുന്ന ഭൂമി എങ്ങനെ ഉഴുതുമറിച്ച് അത് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ ഉപകരിക്കും എന്നുള്ളത് കൂടി നിങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ദിനാഘോഷം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളുടേതായിട്ടുള്ള വളർച്ചയാണ് എടുത്തു കാണിക്കുന്നത്. തീർച്ചയായിട്ടും അഭിമാനിക്കാം നമ്മൾക്ക്. കാരണം എന്റെ സഹോദരിമാർ ഒരിക്കലും പിന്നോട്ടല്ല, അവർ മുന്നോട്ട് തന്നെയാണ്. ഇവിടെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടി നിങ്ങൾ കടക്കുകയാണ്. ഇവിടെ തന്നെ ഈ നോട്ടീസിൽ പറയുന്നുണ്ട്, പലവരും പല വിധത്തിലുള്ള പരിപാടികളോട് ആവിഷ്കരിക്കുന്നുണ്ട്. കാണാനുള്ള സമയമില്ലാത്തവർക്ക് ഓർമ്മയിരിക്കുന്നുണ്ട്. എങ്കിലും ശരി, നല്ല രീതിയിൽ നടക്കട്ടെ. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദിനാഘോഷം KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലില്ലായ്മ പട്ടിണിക്ക് അറുതിയായ പദ്ധതി, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതി, തൊഴിൽ നൽകി പട്ടിണിയ കറ്റിടുന്ന പദ്ധതി, തൊഴിൽ വേണ്ട ജനതയ്ക്ക് തൊഴിൽ നൽകും പദ്ധതി,
രാഷ്ട്രപിത ഗാന്ധിയുടെ പേരിലുള്ള പദ്ധതി കാർഡിനായി പഞ്ചായത്തിൽ പേരു നൽകും പദ്ധതി തൊഴിലിനായി പഞ്ചായത്തിൽ പേരു നൽകും പദ്ധതി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ഷീന വിശ്വൻ, KR ഹരി, PS ഷാഫി, KM മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം RMVHS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കായികമേള പ്രധാനാധ്യാപകൻ KR രാമനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളെക്കാൾ ഉപരിയായിട്ട് ഓരോ വർഷവും ആ സ്പോർട്സിൻ്റെ നടത്തിപ്പ് കൂടുതൽ കരുത്താർജിക്കുന്നൊരു സന്തോഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെ ചിട്ടയോട് കൂടിയിട്ട് ഒരു പട്ടാള ചിട്ടയോട് കൂടിയിട്ട് ഈ ഗ്രൗണ്ടിൽ നിങ്ങളെ എങ്ങനെ അണിനിരത്താനും ഒരു ആവേശം, കായികമായ ആ വിദ്യാഭ്യാസത്തിൻ്റെ ആവേശം നിങ്ങളിലേക്ക് ചെലുത്താനൊക്കെയുള്ള അധ്യാപകരുടെ ആ കഴിവ് വളരെയധികം അഭിനന്ദനാർഹമാണ്. ഇംഗ്ലീഷ് മീഡിയം പ്രിൻസിപ്പാൾ KM ഇന്ദുകല അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് KK നാസർ, അധ്യാപകരായ ഷീജ, ഷിൻസി, മിനി, അനിത, ഷീബ, നൂർജഹാൻ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ ഈസ്റ്റ് UP സ്കൂളിലെ കായികമേള ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ കായിക വിഭാഗം മേധാവി ഹരിദയാൽ ഉദ്ഘാടനം ചെയ്തു. എന്റെ വൈഫിന്റെ അച്ഛൻ താരാനാഥൻ മാഷയുടെ അപ്പോയിന്റ്മെന്റ് എന്റെ വീടിന്റെ ഒരാന്തയിലാണ് നടന്നതെന്ന് അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ മരുമകനായി എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് അതിലും സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ സ്പോർട്സിനെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു ഫാദറിനോട് അദ്ദേഹം ദേവി സാറിനൊക്കെ അറിയാം. പിന്നെ ഇതിന്റെ ഉദ്ഘാടകൻ എന്ന രീതിയിലല്ല ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ പഠിച്ചു വളർന്നത് എൻ്റെ തൊട്ടുമുറ്റത്തുള്ള കരയാമട്ടം UP സ്കൂളിലും അതിനുശേഷം എൻ്റെ പഠനം മുഴുവൻ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണ് നടന്നത്. വലപ്പാട് സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം നാട്ടിക SN കോളേജിൽ ഡിഗ്രിയും കഴിഞ്ഞു. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നടക്കുന്നത് സ്പോർട്സ് ഒരു പ്രഹസനമാണ്. PTA പ്രസിഡന്റ് PC രാജീവ് അധ്യക്ഷത വഹിച്ചു. PC രവി മാസ്റ്റർ, ശോഭന അനിൽകുമാർ, PP രാജൻ മാസ്റ്റർ, ഹനീഷ് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ KG വിഭാഗം കായികമേള നടത്തി. SNENC ട്രസ്റ്റ് പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ പതാക ഉയർത്തി. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KG അശോകൻ ഉദ്ഘാടനം ചെയ്തു. But after a few weeks and months, when I see them, they not only smile, they try to talk, and by this time they already made lot of friends, and they sing to others, they sing themselves. Their entire student has changed by a few months. That is in fact a spectacular sight. Sports as such for these little children is a simple game in fact. But I shall say it is not very simple. It is beginning of the life studies. Here, for the first time in their life, they learn the glory and excitement of winning something. Perhaps the disappointment and pain of losing something. In fact, that is what the whole life is. You win something, you lose something.
and that the first study we offer them. UKG ഡിയിലെ അയാൻ സക്കീർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. KG വിഭാഗം സൂപ്പർവൈസർ ശൈലജ ബി മേനോന്റെ സ്വാഗത പ്രസംഗത്തെ തുടർന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ അധ്യക്ഷ പ്രസംഗം നടത്തി. ചടങ്ങിൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് IR രാജൻ, ട്രഷറർ TK രാജീവൻ, ജോയിന്റ് സെക്രട്ടറി PT സുരേഷ് ബാബു, സ്കൂൾ പ്രിൻസിപ്പാൾ സുഷമ EK, വൈസ് പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, സ്കൂൾ കായിക വിഭാഗം മേധാവി ഉണ്ണികൃഷ്ണൻ VU എന്നിവർ ആശംസകൾ അർപ്പിച്ചു. യോഗത്തിൽ വെച്ച് ട്രസ്റ്റ് പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ പെരിഞ്ഞനം ഈസ്റ്റിൽ താമസിക്കുന്ന കല്ലിപ്പറമ്പിൽ അബ്ദുൾ ജബ്ബാർ റജീന ദമ്പതിമാരുടെ ഇരുവൃക്കകളും തകരാറിലായ മകൻ ഖായിസിന്റെ ചികിത്സാ ചെലവിനായി KG വിഭാഗം കുരുന്നുകൾ സാന്ത്വനം ക്ലബിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച 25,000 രൂപ കുട്ടിയുടെ മാതാവിന് കൈമാറി. തുടർന്ന് മേള അരങ്ങേറി. 'Change of position'.